അവള് 8-ാം തീയതിയാണ് പട്ടി കടിക്കുന്നത്. ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു? 2ാം ക്ലാസ്സിൽ. ഉച്ചയോടെ പട്ടി കടിക്കുന്നത്. ഈ പല്ല് കൊണ്ട് കടിച്ചിട്ട് ഈ മുറിവ് മൊത്തം ഇത് മാംസം, അതായത് ഉള്ളിലുള്ള നമ്മുടെ ആ കൊഴുപ്പ് വരെ വെളിയിൽ വന്നെന്നുള്ളത് അതെല്ലാം പറിച്ച്, അതൊരു പിഞ്ചു കുഞ്ഞാണെന്ന് ഓർക്കണം. 19 കിലോയെ ഉള്ളായിരുന്നു എന്റെ കുഞ്ഞ്. അവിടെ താലൂക്കി കൊണ്ടുചെന്ന് എടുത്തോണ്ട് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, മോളെ പട്ടി കടിച്ചതാണ്. അപ്പൊ ഉച്ച നേരം അവിടെ പേഷ്യൻസ് വലുതായിട്ടില്ല. എന്റെ കുഞ്ഞിനെ കെയർ ചെയ്യുന്നിട്ട് മതിയായിരുന്നു അവിടുത്തെ ബാക്കി ട്രീറ്റ്മെന്റ്. ഈ 1 മണിക്ക് ഗവൺമെന്റ് ആശുപത്രി ഇരിക്കുന്ന ഡോക്ടേഴ്സ് 1 മണിയാകുമ്പോ എവിടെ പോകും സാറേ? പോകേണ്ട ധൃതി കൊണ്ടിട്ട് അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വലിയ മുറിവിലാണ് ഇഞ്ചക്ഷൻ എടുത്തത്. വലിയ മുറി ഇഞ്ചക്ഷൻ എടുത്തപ്പോഴത്തേക്ക് ആ മരുന്ന് ഫുള്ള് വെളിയിലേക്ക് പോയി. മെഡിസിറ്റി കൊണ്ട് ചെന്ന് ഡോക്ടർ എല്ലാം പരിശോധിച്ചപ്പോ അപ്പോഴും ഡോക്ടർ ചോദിച്ചു, കൃത്യമായിട്ട് വാക്സിൻ എടുത്തതല്ലേ, അപ്പൊ ജീവന് പേടിക്കാനില്ലാന്ന്. ഞാൻ അത് വിശ്വസിച്ചിട്ടാണ് ഞാൻ അന്ന് വീട്ടിൽ വന്ന്, രാത്രി 2 മണിയായപ്പോഴത്തേക്ക് എന്റെ കുഞ്ഞിന് നിർത്താതെ ടെമ്പറേച്ചർ. ഡോക്ടർ വിശ്വസിക്കുന്നില്ല, കാരണം അവൾ പേവിഷ ബാധയുടെ ഒരു ലക്ഷണങ്ങളും കാണിക്കുന്നില്ല. ആ കുഞ്ഞിന് പേവിഷ പിറ്റേന്ന് രാവിലെ എനിക്ക് നഷ്ടപ്പെട്ടതിൽ വലുതായിട്ട് ഒരു മനുഷ്യനും ഒരു പട്ടിയില്ല. എന്റെ കുഞ്ഞിനെ നിങ്ങൾ ആർക്കെങ്കിലും തിരിച്ചു തരാൻ പറ്റുമോ? ഞാൻ കൊല്ലം പറഞ്ഞു. ഇനി എന്റെ പട്ടിയെ ഞാൻ തല്ലിക്കൊല്ലും പട്ടി. എന്റെ കുഞ്ഞിന് വലുതായിട്ട് ഒരു മനുഷ്യനും ഒന്നുമില്ല. ഞാൻ 8 വർഷക്കാലം ഞാൻ കൊണ്ട് നടന്ന് എന്റെ കുഞ്ഞിനാണ് ഒരു പട്ടിയുടെ പേരിൽ നശിച്ചു പോയത്. ഞാൻ ഇനിയും കൊല്ലാൻ പട്ടിയുടെ. പട്ടിയെ മാത്രമല്ല കൊല്ലാൻ പാടില്ലാത്തത്, പൂച്ച കൊല്ലാൻ പാടില്ല. ഈ നിലവിളി നിങ്ങൾ കേട്ടില്ലേ? കുറച്ച് നാളുകൾക്ക് മുമ്പ് പേവിഷബാധയേറ്റ് മരിച്ച ആ ഒരു കുട്ടിയുടെ ഉമ്മയാണത്. എന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ വന്ന് നായ ആക്രമിച്ച് കടിച്ച് പറിച്ച കഥയും കേട്ടത്. ഇതിനൊക്കെ ആരാ ഉത്തരവാദി എന്ന് പറയുന്നത്? സത്യം പറയാലോ, വല്ലാത്ത ഗതികേടായിട്ടുണ്ട് നാട്ടിൽ. കാരണം എന്ന് വെച്ചാൽ നമ്മളൊന്ന് റോഡിൽ പുറത്തിറങ്ങിയതിന് ഒരു പാട പട്ടികൾ നമുക്ക് കാണാം. ഈ പറഞ്ഞ പോലെ ഞാനും എന്റെ വീട്ടിൽ വരുന്ന നായ്ക്ക് ഞാനും ഭക്ഷണം ഇട്ട് കൊടുക്കാറുണ്ട്. ഗേറ്റിനോട് സ്ഥിരം ഒരു നായ വരും, അതിന് ഭക്ഷണമൊക്കെ നമ്മളൊക്കെ ഇട്ട് കൊടുക്കുന്ന കാര്യം. പക്ഷെ കഴിഞ്ഞ ദിവസം ഇതേപോലെ കുറച്ച് നായകൾ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് കയറിയിട്ട് എന്റെ കുട്ടികളുടെ ചെരുപ്പൊക്കെ കണ്ട് കടിച്ച് പറിച്ചിട്ടേക്കണം. രാത്രി തട്ടുമുകളിൽ തുണികൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ തുണികളൊക്കെ വലിച്ചു കീറി, കുറെ നല്ല തുണികൾ വലിച്ചു കീറി കടിച്ചു കീറിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞ് ഈ പെങ്കുച്ചു പറഞ്ഞ പോലെ തന്നെ എനിക്കും പറയുള്ളൂ, കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അടിച്ചു ഓടിക്കണം. നല്ല പെട കൊടുത്തുന്ന എത്ര അതിനെ ദ്രോഹിക്കാൻ പറ്റും അത്ര അതിനെ ദ്രോഹിക്കും. കൊല്ലണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇങ്ങോട്ട് വരട്ടെ ഇനിയെന്ന് വെച്ചാൽ ഞാനും മൂങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ഇതിനു വേണ്ടി പ്രതികരിക്കണം. നാളെ നമ്മുടെ കുട്ടിക്ക് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇതേപോലെ ഇന്ന് സംസാരിക്കേണ്ടി വരാം. ആ ഒരു ഗതി ആർക്കും ഇനി വരരുത്. തമ്മിൽ എന്ന ശ്രീകണ്ഠൻ നായർ ഷോയിലൂടെ കേട്ടോ ഈ സംവാദം അരങ്ങേറിയത്. ഇതിന്റെ ഫുൾ സംഭവം എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ക്ലിപ്പ് ചെയ്തിട്ടതാണ്. വീഡിയോ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ യൂട്യൂബിൽ കയറി കാണാം.